ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC-യുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് വാഗമണിൽ നിന്ന് തുടക്കമായി. AICC അംഗവും KPW യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് EM അഗസ്റ്റിൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാർ തൊഴിലാളി വർഗ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു വരികയാണ്. തോട്ടം തൊഴിലാളികൾക്ക് 700 രൂപ മിനിമം ശമ്പളം നൽകുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിലേറിയ LDF സർക്കാർ ഇതുവരെ ശമ്പള വർധനവ് നടപ്പിലാക്കിയിട്ടില്ല. ശമ്പള വർധനവ് ചർച്ചാവേളയിൽ മാനേജ്മെന്റിന് അനുകൂലമായ നിലപാടാണ് തൊഴിൽ വകുപ്പ് മന്ത്രി സ്വീകരിച്ചത്. ഇത്തരത്തിലുള്ള LDF സർക്കാരിന്റെയും പീരുമേട് MLA-യുടെയും തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെയാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC-യുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്റ്റി ജാഥ ക്യാപ്റ്റനായിട്ടുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് വാഗമണ്ണിൽ നിന്നും തുടക്കമായി. KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ജാഥയുടെ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് EM അഗസ്റ്റിക്ക് പതാക കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് അവിതർക്കിതമായ ഒരു വിഷയമാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ഈ വിഷയം അറിയാവുന്ന വാഗമണ്ണിലെ പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം യൂണിയൻ വൈസ് പ്രസിഡന്റ് സാമുവേൽ കുട്ടി, INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ, പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KS സിദ്ദിഖ്, DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ, MJDIS, KPW യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് M ഉദയസൂര്യൻ, ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിണി തോമസ്, ദളിത് കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് M ശേഖർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ബിനിശങ്കർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സന്ധ്യ തുടങ്ങി നിരവധി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വാഗമൺ.